ജ്യോതി, ഇതെന്താ ഇത്ര നേരത്തെ? ശിവാനി എവിടെ? മുറിയിലാണോ? അമ്പലത്തിൽ പോവാൻ പറഞ്ഞ മടി കാണിക്കുന്ന അവളിപ്പോ പ്രണവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ അമ്പലത്തിൽ കയറി ഇറങ്ങുമല്ലേ. രാവിലെ തന്നെ ഏതോ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു പോയി. അല്ല, CKC നേരത്തെ വന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞില്ലല്ലോ. പ്രണവിന്റെ കാര്യം പറയാനായതുകൊണ്ടാണ് അവളെ അന്വേഷിച്ചത്. പ്രണവിനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ഗോഡൌണിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടോന്നൊരു സംശയം. ആ പവിത്രനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നേ ഇല്ല. നേരിട്ട് എന്നൊന്ന് കാര്യങ്ങൾ അന്വേഷിക്കണം. ഞാൻ ഇറങ്ങട്ടെ. നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ നാവ് എടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും പൊട്ടി വീണ പോലെ ആള് മുന്നിൽ വന്നല്ലോ. വാ, കേറി വാ. പറഞ്ഞതത്ര നല്ല കാര്യമൊന്നും അല്ല പവിത്ര. നിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല എന്ന് CKC കുറ്റപ്പെടുത്തുകയായിരുന്നു. ഫോൺ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ലായിരുന്നു മാഡം. എന്റെ മോള് ഹോസ്പിറ്റലായിരുന്നു. എന്തു പറ്റി കുഞ്ഞിന്? ഒരു ആക്സിഡന്റ്. ഒരു വണ്ടി തട്ടിയായിരുന്നു മോളെ. ഇന്നലെ ബോധമില്ലായിരുന്നു. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. ഭാഗ്യത്തിനാ മാഡം രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടല്ലോ. അപ്പോഴെങ്കിലും നിനക്കൊന്ന് തിരിച്ചു വിളിക്കാമായിരുന്നു. അല്ല, നീ എന്ത് ധൈര്യത്തില ഇങ്ങോട്ട് കയറി വന്നത്? ആ ശിവാനി എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അവൾ ഇവിടെ വെച്ച് നിന്നെ കാണില്ലായിരുന്നോ? അധിക നേരം നീ ഇവിടെ നിൽക്കണ്ട. നീ വാ, ഞാനും ഗോഡൌണിലേക്കാ. സർ, ഞാൻ പ്രണവിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. പ്രണവിന്റെ എന്ത് കാര്യം? മതി സാറേ, ഇനി ആ ചെക്കനെ നമ്മൾ കസ്റ്റഡിയിൽ വെച്ചേക്കണ്ട. പുറത്തിറക്കി വിട്ടേക്കാം അവനെ. നീ എന്താ പറഞ്ഞത്? പ്രണവിനെ അങ്ങ് പറഞ്ഞു വിടാമെന്നോ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ നിധിയെ വിളിച്ചു വരുത്തിയിട്ട് നീ തിരക്കി നടക്കുന്ന പ്രണവിനെ ഞാനിതാ കാൽ കീഴിൽ കൊണ്ട് അടിമ കിടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചേക്ക്. അതാകുമ്പോ ആ ചടങ്ങിന് തന്നെ ഒരു ഭംഗി കാണും. നിധിയെ ഏൽപ്പിക്കണം തന്നെയാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്താടാ പവിത്ര, ഭ്രാന്ത് വലുതുണ്ടോ? ഭ്രാന്ത് വന്നല്ല മാഡം, ഉണ്ടായിരുന്ന ഭ്രാന്ത് ഇപ്പൊ മാറിയെന്ന് വേണം പറയാൻ. ഇന്നലെ ആക്സിഡന്റായ എന്റെ മകളെ കോരിയെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചതും അവൾക്ക് ചോര കൊടുത്തതും ജീവൻ രക്ഷിച്ചതും ആരാണെന്ന് അറിയാമോ സാറിന്? നിധിയാണ് സാറേ. നിധി ഇല്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ പൊന്നുമോള് ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എന്റെ മോൾക്ക് ബ്ലഡ് കൊടുത്തിട്ട് ഇറങ്ങി വന്ന് പ്രണവിനെ വിട്ടുതരണമെന്ന് നിധി ആവശ്യപ്പെട്ട എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ സാറേ? ജീവിതത്തിൽ ഇന്നുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ ഇന്നലെ മുതൽ മനസ്സിൽ കയറിക്കൂടിയതാ സാറേ. എല്ലാം നിർത്തണം സാറേ. കൂലിപ്പണി എടുത്തിട്ടായാലും അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് എന്റെ മോൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം. ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ഫലമാണല്ലോ എന്റെ കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ. എന്തൊക്കെയാ പവിത്ര നീ പറയുന്നത്? നിധി നിന്റെ മോളെ രക്ഷിച്ചെന്നു? ഇനിയിപ്പോ അവള് രക്ഷിച്ചു എന്ന് തന്നെ വെച്ചോ. അതിന് പ്രതിഫലമായി നീ പ്രണവിനെ അങ്ങ് വിട്ടുകൊടുക്കോ? അത് കൊള്ളാലോ. ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതൊരു തീരുമാനം എടുത്താലേ ഞങ്ങൾ അനുവദിച്ചു തരൂന്ന് നീ കരുതുന്നുണ്ടോ പവിത്ര? അനുവാദം വാങ്ങിക്കാൻ വന്ന അല്ല, ഞാൻ അറിയിക്കാൻ വന്നതാ. ഇനി ഇത്തരത്തിലുള്ള ഒരു പണിക്ക് എന്നെ നോക്കണ്ട മാഡം. സാറിനോട് പറയാതെ പ്രണവിനെ അങ്ങ് വിട്ടുകൊടുത്താ പിന്നെ സാർ ആ പേരും പറഞ്ഞ് എന്റെ പുറകെ വരും. എനിക്ക് ഒളിച്ചടക്കേണ്ടി വരും. എന്തിന്? ഒന്നും വേണ്ട. പ്രണവിന്റെ പേരിൽ ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം മുഴുവൻ, അതിന് എത്രയായാലും കൂലിപ്പണി എടുത്തിട്ടായാലും ഞാൻ തിരികെ തരും. ഇന്ന് 11 മണിക്ക് പ്രണവിനെ കൊണ്ടുചെന്ന് ഏൽപ്പിക്കാമെന്ന് നിധിക്ക് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇനി സാർ എന്നെ വിളിക്കരുത്. വെക്കോട്ടെ സാറേ. നിക്കവിടെ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇതെന്റെ മുന്നിൽ ഒന്ന് പറയുന്നത്? ഒന്നുകളെയും തന്നെ ഞാൻ. നിനക്ക് നിധിയെ നന്നായിട്ടറിയാം. നിന്റെ മോൾക്കുണ്ടായ ആക്സിഡന്റ് പോലും അവൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്തതാ. ഈ ആശുപത്രി കൊണ്ടുപോക്കും ചോര കൊടുക്കും രക്ഷിക്കലും അല്ല, അവളുടെ ഡ്രാമയാണ്. നീ അത് മനസ്സിലാക്കും പവിത്ര. ഇല്ല മാഡം, നിധി എനിക്കിപ്പോ ദൈവതുല്യ. തെറ്റ് ചെയ്തത് നമ്മളാ. ആ തെറ്റ് എനിക്ക് തിരുത്തണം.